കോട്ടയം ജില്ലയിൽ തന്നെ ശക്തമായ ത്രികോണ മത്സരം നടന്ന നിയമസഭാ മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിയുടെ മനസ്സിൽ എന്തായിരുന്നുവെന്ന് ജനം വിധിയെഴുതി കഴിഞ്ഞു. പഴയ വാഴൂരും കാഞ്ഞിരപ്പള്ളിയും സമന്വയിപ്പിച്ച് ചേർത്ത മണ്ഡലമായ കാഞ്ഞിരപ്പള്ളിയുടെ 4ാമത് വോട്ടെടുപ്പായിരുന്നു ഇന്നലെ നടന്നത്. വർഷങ്ങളായി മണ്ഡലം കേരള കോൺഗ്രസ് എമ്മിന്റെ കൈവശമാണ്. വാഴൂർ മണ്ഡലമായിരുന്നപ്പോൾ UDFിലെ കേരള കോൺഗ്രസ് എം ആയിരുന്നു. പിന്നീട് കേരള കോൺഗ്രസ് LDFിൽ എത്തിയപ്പോഴും ഡോക്ടർ N ജയരാജിലൂടെ മണ്ഡലം നിലനിർത്തി. 2006-ൽ 6666 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഡോക്ടർ N ജയരാജ് വിജയിച്ചത്. 2011-ൽ 12206 വോട്ടിന്റെയും 2016-ൽ 3790 വോട്ടിന്റെയും 2021-ൽ 13701 വോട്ടുകളുടെയും ഭൂരിപക്ഷമാണ് ഡോക്ടർ N ജയരാജ് നേടിയത്. ഇക്കുറിയും ഡോക്ടർ N ജയരാജ് മണ്ഡലം നിലനിർത്തുമെന്നും 8000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടുമെന്നും LDF മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ഗിരീഷ് എസ് നായർ പറഞ്ഞു. കേരളത്തിന്റെ ഭാവിഗതിയെ തന്നെ മാറ്റിമറിക്കത്തക്ക രീതിയിൽ വൻപിച്ച തോതിലേക്കുള്ള പശ്ചാത്തല മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുണ്ട്. ക്രമസമാധാന പാലന രംഗത്ത് ഏറ്റവും സ്തുത്യർഹമായ നിലയാണ് കേരളത്തിനുള്ളത്. ക്ഷേമ പദ്ധതികൾ ഏറ്റവും അധികം സാധാരണക്കാരിലേക്ക് എത്തിയ 10 വർഷങ്ങളാണ് കടന്നുപോയത്. അപ്പോൾ ഇവയെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈ മണ്ഡലത്തിലെ ചുരുങ്ങിയ ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞിരപ്പള്ളി അസംബ്ലി നിയോജകമണ്ഡലം ഏറ്റവും ചുരുങ്ങിയത് 8000 വോട്ടുകൾക്കെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ N ജയരാജ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ ഇക്കുറി മണ്ഡലം പിടിച്ചെടുക്കുമെന്ന ഉറപ്പാണ് UDFിനുള്ളത്. കാഞ്ഞിരപ്പള്ളിയുടെ വികസന മുരടിപ്പ് വോട്ടർമാർക്കിടയിൽ തുറന്നു കാണിക്കാൻ കഴിഞ്ഞതായും കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പിന്തുണയുമായി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും UDFിന് ഒരു സീറ്റ് ലഭിക്കുമെന്നും 100% വിജയപ്രതീക്ഷയാണുള്ളതെന്നും UDF സ്ഥാനാർത്ഥി പ്രൊഫസർ റോണി കെ ബേബി പറയുന്നു. വളരെ ആകാംക്ഷയോടെ നമ്മളെല്ലാവരും കാത്തിരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്നലെ സമാപിച്ചു. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ലഭിച്ചത്, 2 ആഴ്ചയോളം മാത്രം. എങ്കിലും ആ 2 ആഴ്ച സമയം കൊണ്ട് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മിക്കവാറും സ്ഥലങ്ങളിൽ എല്ലായിടത്തും തന്നെ ഓടിയെത്തുവാനായിട്ട് കഴിഞ്ഞു. പരമാവധി സമ്മതിദായകരെ നേരിട്ട് കാണാനായിട്ട് സാധിച്ചു. അവരുടെ സ്നേഹവും പിന്തുണയും അനുഗ്രഹവും ഒക്കെ ഏറ്റുവാങ്ങാനായിട്ട് സാധിച്ചു. അത് എനിക്ക് നൽകുന്ന വലിയൊരു ആത്മവിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു UDF സർക്കാർ അധികാരത്തിൽ വരും. ആ സർക്കാരിനെ പിന്തുണയ്ക്കുവാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും UDFിൻ്റെ ഒരു ജനപ്രതിനിധി ഉണ്ടാകും എന്ന പൂർണ്ണ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്, പൂർണ്ണ ആത്മവിശ്വാസം എനിക്കുണ്ട്. BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. അതിനാൽ തന്നെ താരപരിവേഷവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് ജനവിധി തേടിയത്. കാഞ്ഞിരപ്പള്ളിയിൽ മാറ്റം അനിവാര്യമാണെന്നും കപട രാഷ്ട്രീയക്കാരനല്ലാത്ത ജോർജ് കുര്യൻ താമര വിരിയിക്കുമെന്നും ചീഫ് കോർഡിനേറ്റർ PD രവീന്ദ്രൻ പറഞ്ഞു. ജോർജ് കുര്യൻ സാറിൻ്റെ സാധ്യതയെപ്പറ്റി പറഞ്ഞാൽ BJP എന്ന് പറയുന്ന ഒരു കേഡർ സംവിധാനത്തിനപ്പുറം ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലും അതേപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയുടെ മനസ്സറിയുന്ന ഒരാൾ എന്നുള്ള നിലയിലും അദ്ദേഹത്തെ കാഞ്ഞിരപ്പള്ളിക്കാർ തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കൂട്ടലും കിഴിക്കലും പ്രതീക്ഷകളുമായി 3 മുന്നണികളും ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ ജനമെഴുതിയ വിധി എന്താണെന്ന് മെയ് 4-ന് അറിയാം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.